ഒരു തിരക്ക് പിടിച്ചൊരു വ്യാപാരക്കാരനായിരുന്നു. പച്ചക്കറി, പലചരക്ക് എന്നിവയൊക്കെയായിരുന്നു. ഒരു വൈകുന്നേരം അംബേദ്കറുടെ ഒരു ജന്മദിനത്തിലെന്തോ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. ഒരു 10 മിനിറ്റ് നേരം മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടുള്ളൂ. ഒരു 5ാം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് അംബേദ്കർ ആരാണെന്ന് പോലും ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള യാതനകളും വേദനകളും അദ്ദേഹം നേടിയ നേട്ടങ്ങളെല്ലാം കുറിച്ച് അറിഞ്ഞപ്പോഴേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായി. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ പോയി ഒരു HNC പുസ്തക കടയിൽ ചെന്ന് ഒരു അംബേദ്കറുടെ പുസ്തകം വായിച്ചു. അതിൽ നിന്ന് എനിക്ക് വല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതകഥ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. മാത്രമല്ല, സന്തോഷത്തിനുള്ള ഭാഗ്യം, ഒരു ഇന്ത്യക്കാരൻ, ഒരു താഴ്ന്ന ജാതിക്കാരൻ, അദ്ദേഹം ഇത്രയും ഉന്നത തലങ്ങളിലെത്തിയതിൽ എനിക്ക് സന്തോഷവും ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനം ബുദ്ധമതത്തെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ഈ ബുദ്ധമതത്തിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയ ജ്ഞാനി ബുദ്ധമതത്തിലേക്ക് പോകാൻ എന്താണ് കാരണം? അപ്പോൾ ശ്രീബുദ്ധൻ എന്താണ് പറയുന്നത് ജനങ്ങളോട് എന്നറിയാൻ ആകാംക്ഷയായി ഞാൻ വീണ്ടും ആ HNC പുസ്തക ഷോപ്പിൽ പോയി ശ്രീബുദ്ധൻ്റെ പുസ്തകം വായിച്ച് ആ പുസ്തകം ഞാൻ പഠിച്ചു. അപ്പോൾ അംബേദ്കറും ശ്രീബുദ്ധനും കൂടെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. എന്നിലുള്ള എല്ലാ തിന്മകളും അകറ്റി നേരായ മാർഗത്തിലൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറഞ്ഞു എന്നുള്ള ദിവസങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും എന്നെ ആകെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. വളരെ ഒരു കരുണയും ദയയും അനുകമ്പയും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്നുള്ളൊരവസ്ഥയൊക്കെയായി ഞാൻ കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു പോരുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഉൾവിളി പോലെ എൻ്റെ ഈ ഒതുക്കവും സമാധാനമുള്ള ജീവിതവും എല്ലാ മനുഷ്യനും കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതിനെന്താണ് ഒരു മാർഗം എന്നാലോചിച്ചപ്പോഴാണ് ഈ പുസ്തക വ്യാപാരത്തെക്കുറിച്ച് ചെയ്തത് എന്ന് ഞാൻ ഊഹിക്കുന്നത്. പിന്നെ എൻ്റെ മറ്റ് വ്യാപാരങ്ങളെല്ലാം നിർത്തി ഞാൻ ഈ പുസ്തക വ്യാപാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ആദ്യമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കാനൊക്കെ കുട്ടികളും മുതിർന്നവരെല്ലാം മടിച്ചെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് പുസ്തകങ്ങൾ വളരെയധികം ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ പുതിയ എഴുത്തുകാരും നല്ല നല്ല പുസ്തകങ്ങൾ അവർ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. വായിക്കാൻ വളരെയധികം സുഖമുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭൂതിയും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഒന്ന് വേറെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തക വ്യാപാരത്തിലേക്ക് എൻ്റെ ആയുസ്സുള്ളവരെ, എനിക്ക് ആരോഗ്യമുള്ളവരെ തുടർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ട എല്ലാ ആരോഗ്യവും ആയുസ്സ് ദൈർഘ്യവും ഈ പ്രപഞ്ചവും പ്രകൃതിയും കനിഞ്ഞു നൽകട്ടെ എന്ന് ഞാൻ വിനീതമായി അവരോട് പ്രാർത്ഥിക്കുകയാണ്. നന്നായി.